എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം പ്രേക്ഷകരെ എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഓരോ രാശിയുടെയും ന്യൂമറോളജിക്കൽ വിധത്തിൽ അതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് എങ്ങനെ നമുക്ക് അതുകൊണ്ട് ന്യൂമറോളജി മൂലം നമുക്ക് കുറച്ച് ധനത്തിൻ്റെ വശം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ധനഭാഗ്യം ഇമ്പ്രൂവ് ചെയ്യാം എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമേ പറയട്ടെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി ഡയറക്റ്റ് ഈ ന്യൂമറോളജി പ്രകാരം മാത്രം ചെയ്താൽ അത് വർക്കൗട്ട് ആകില്ല. ചിലപ്പോൾ ഒരു 10 മുതൽ 15% വരയ്ക്കും വർക്കാകും. അല്ല, ഈ ദോഷങ്ങൾ, അതായത് ജാതക ദോഷങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു 50 മുതൽ 60% വരെ വർക്കാവും. അല്ലാതെ ഇത് മാത്രം ചെയ്താൽ ഞങ്ങൾക്കെല്ലാം മാറുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ. കാരണം നമ്മുടെ ജാതകത്തിലുള്ള ഗണ്ഡാന്ത ദോഷങ്ങൾ, ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു ക്ലയൻറ്റ് എന്നോട് ഇന്ന് കുറച്ച് മുമ്പാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഈ മുടക്കെന്ന് പറയുന്നത്, അങ്ങനെയൊന്നുണ്ടോ, മുടക്ക് അത് അത്രയ്ക്ക് ഹാംഫുള്ളാണോ, നമ്മുടെ ജാതകത്തെ അത്ര ബാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അവരന്വേഷിച്ചപ്പോൾ പലരും പറഞ്ഞു അത്രയും മുടക്കില്ലാന്ന്, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞത്രേ. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ ജ്യോതിഷ ആചാര്യന്മാർ പറയുന്ന പ്രകാരം നമ്മുടെ പഞ്ചാംഗത്തിൽ ലഗ്നം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലറായിട്ടുള്ള വേർഡുണ്ട്. അതറിയാവുന്ന ആചാര്യന്മാർക്ക് അറിയാം. ആ ലഗ്നം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മുടക്കിനെയാണ് പറയുന്നത്. മുടക്ക് നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. ഈ മുടക്ക് നക്ഷത്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ സൂര്യ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ മുതൽ മൂലം നക്ഷത്രം വരെ എണ്ണും. മനസ്സിൽ ചെയ്യാവുന്നവർ ചെയ്തോളി. സൂര്യൻ്റെ നക്ഷത്രത്തിൽ നിന്ന് മൂലം നക്ഷത്രം വരെ എണ്ണിയിട്ട് അതെത്ര തുകയോ അത് വന്ന് പുരാടം നക്ഷത്രം മുതൽ എണ്ണി കിട്ടുന്ന ഏത് നക്ഷത്രത്തിൽ വരുന്നോ അതാണ് മുടക്ക്. ഈ മുടക്കിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? മുടക്ക് നിൽക്കുന്ന ഭാവം ദോഷകരം. നമ്പർ 1. മുടക്ക് നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ നിൽക്കുന്ന രാശി ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്പർ 2. രാശ്യാധിപൻ ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്പർ 3. രാശ്യാധിപൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്പർ 4. രാശിയിൽ ഏതെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്നതാണെങ്കിൽ അതും ബ്ലോക്കാകും. നമ്പർ 5. ഒന്ന് ആലോചിച്ച് നോക്ക്, മിക്ക ജാതകങ്ങളിലും ഇത് എഫക്റ്റീവ് ആവും. മുടക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എഫക്റ്റീവ് ആകും. ഇതെങ്ങനെ പോയിട്ട് ചെയ്യാവുന്നത്? ഈ പ്രത്യേകിച്ച് ഈ പർട്ടിക്കുലർ ഗ്രഹങ്ങളുടെ ഞാൻ പറഞ്ഞ 5 തരത്തിലുള്ള ഭാവങ്ങൾ പറഞ്ഞില്ലേ, ഇതിൽ ഏതെങ്കിലും ഒരു റൊട്ടേഷൻ വരുമ്പം, ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദശാബുദ്ധി വരുമ്പോഴോ അല്ലെങ്കിൽ ഗോചരബുദ്ധി ഈ മുടക്ക് നക്ഷത്രത്തെ ക്രോസ് ചെയ്യുമ്പോഴോ ഒക്കെ ഇത് സംഭവിക്കും. നമ്മൾ പറയും അത് ശനിദോഷത്തിൻ്റെ ബുദ്ധി കൊണ്ടാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഗോചരത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്, ഈ ഗോചരത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാന്നൊക്കെ പറയും. അല്ല സുഹൃത്തുക്കളെ, മെയിനായിട്ട് സംഭവിക്കുന്നത് ഈ മുടക്ക് നക്ഷത്രത്തിൽ കൂടെ പോകുന്ന ഗ്രഹങ്ങളുടെ അനുഭവം കൊണ്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ? മുടക്ക് നക്ഷത്രം ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് ക്ഷേത്ര പരിഹാരങ്ങൾ ചെയ്യണം. ഇത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഞാൻ എന്താ ഇങ്ങനെ തിരിച്ച് ഈ മുടക്കിനെ പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും പരിഹാരം ചെയ്ത് ഫലം കാണുന്നില്ല. പരിഹാരം ചെയ്ത്, ഞാൻ കല്യാണത്തിന് പരിഹാരം ചെയ്തു, വിവാഹത്തിന് പരിഹാരം ചെയ്തു, സന്തതിക്ക് പരിഹാരം ചെയ്തു, ജോലിക്ക് പരിഹാരം ചെയ്തു, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പരിഹാരങ്ങൾ ചെയ്യും. പക്ഷേ എല്ലാവരും പറയുന്നത് ചെയ്തിട്ട് അനുഭവം, ചിലർക്കൊക്കെ അനുഭവം ഉണ്ടാവില്ല. പിന്നെ എനിക്കെന്താ അനുഭവം ഉണ്ടാകാത്തതെന്ന് ചോദിക്കും. ഇതിന് കാരണം വന്ന സുഹൃത്തുക്കളെ, നമ്മുടെ ജാതകത്തിലുള്ള ദോഷങ്ങളാണ്. മുജ്ജന്മ ദോഷങ്ങൾ അങ്ങനെ മാറുമോ എന്ന് ചോദിക്കും ചിലർ, ചോദിക്കാറുണ്ട്. എന്താ ഇങ്ങനെ പരിഹാരം ചെയ്താൽ, ദോഷപരിഹാരങ്ങൾ ചെയ്താൽ മുജ്ജന്മ ദോഷങ്ങൾ അങ്ങ് മാറുമോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും മാറും സുഹൃത്തുക്കളെ. മുജ്ജന്മ ദോഷങ്ങൾ നമുക്ക് മാറാനാണ് നമ്മുടെ ഈ ജന്മം. അതിനാണല്ലോ നമ്മൾ ജനിച്ചിരിക്കുന്നത്. അതാണല്ലോ ബേസിക്ക്. അപ്പോൾ അത് മാറുമോ എന്ന് ചോദിച്ചാൽ അതിനെന്താ അർത്ഥമുള്ളത്? അത് മാറും. മാറ്റേണ്ട രീതിയിൽ മാറ്റും. ഒന്നിൽ നമ്മുടെ അനുഭവങ്ങളിലൂടെ അത് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലുള്ള ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ, ചില ദോഷങ്ങൾ ചെയ്താൽ, മുജ്ജന്മത്തിൽ ചില
പാപങ്ങൾ ചെയ്താൽ അതിനനുസരിച്ചുള്ള പാപങ്ങൾ സംഭവിക്കും, നമുക്ക് അതുപോലുള്ള അനുഭവങ്ങൾ സംഭവിക്കും, അതിൻ്റെ വിഷമം അങ്ങനെ അത് മാറും. അല്ല, അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് ഈക്വലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പോൾ പരിഹാരം എന്ന് പറയുമ്പോൾ എന്തായി? പരിഹാരത്തിനൊരു പ്രായശ്ചിത്തമാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഒരു പർട്ടിക്കുലറായിട്ട് ഞാൻ പറയാം, ശനി ഭഗവാൻ ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നു. എന്താ? ശബരിമലയ്ക്ക് 48 ദിവസം വ്രതം എടുത്ത് പോകുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ 48 ദിവസങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള അനുഭവങ്ങളെ നമ്മളവിടെ കട്ട് ചെയ്യുകയാണ്, നമ്മളെ മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ വന്നിട്ട് തീർച്ചയായിട്ടും ഒരു വ്രതത്തിലായിരിക്കും അല്ലേ? 1. 2, നമ്മൾ സാധാരണഗതിയിൽ ചെരുപ്പ് ഇടില്ല. ഇപ്പോഴത്തെ കാലം അല്ലല്ലോ. ഇപ്പോൾ പിന്നെ അത് എന്തിനും എല്ലാത്തിനും ഒരു അതിനൊന്നും കാര്യമില്ലാന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല സുഹൃത്തുക്കളെ. നമ്മൾ ചെരുപ്പിടാതെ നടന്നു കഴിയുമ്പം, ചെരുപ്പിടാതെ ശബരിമലയ്ക്ക് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലിൽ വന്നിട്ട് കാലാണ് ശനി ഭഗവാനെ ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആകുന്നത്. പ്രത്യേകിച്ച് ഇടത് കാല്. നിങ്ങൾക്കറിയാം, ചിലർക്ക് ഈ 7.5 ആണ്ട് ശനിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ചില കഷ്ടകാലം വരുന്ന സമയത്ത് ഇടത് കാലം ഒന്ന് എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ ചതവുകളോ അടിയൊക്കെ പെടും, വേദന ഉണ്ടാകും. ഇതൊക്കെ സംഭവിക്കുന്നത് കാണാം. ഇതൊരു ലക്ഷണക്കേടാണെന്ന് പറയും. പൂർവികർ പറയുന്നത്, നമ്മുടെ ആചാര്യന്മാർ പറയും, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, ഇടത് കാലിന് എന്തോ അടിപെട്ടിട്ടുണ്ടെന്ന് പറയും. ഇതെന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശനിദോഷത്തിൻ്റെ ഉത്ഭവമാണെന്ന് പറയും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണ്ടേ? നമ്മൾ ഒരു കർമ്മത്തിലൂടെ ഒന്ന് നടന്ന് നമ്മളെ ചെരുപ്പിടാതെ ആ കല്ലിലും മുള്ളിലും ഒക്കെ നടന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഭവങ്ങൾ ഒരു തരത്തിലൊരു പ്രായശ്ചിത്തമായിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഇതാണ് ശനിദോഷ പരിഹാരം എന്ന് പറയുന്ന സുഹൃത്തുക്കളെ. അതുപോലെ എള്ളു പരിഹാരം എന്ന് പറയും. എന്തിനാണ് ഈ എള്ളു ഉപയോഗിക്കുന്നത്? എന്താ നമുക്ക് ഗോതമ്പ് ഉപയോഗിക്കുന്നത് അതിന് പകരം, അല്ല അരി ഉപയോഗിക്കുന്നത്? എന്തിനാണ് എള്ളു ഉപയോഗിക്കുന്നത്? എള്ളിൽ നിന്നാണ് നല്ലെണ്ണ ഉണ്ടാക്കുന്നത് അല്ലേ? ഈ നല്ലെണ്ണയുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള അണുബാധയായാലും ചുറ്റും നിങ്ങൾ നല്ലെണ്ണ ഒന്ന് കത്തിച്ച് വെച്ച് നോക്ക്. നല്ലെണ്ണ വിളക്ക് കത്തിക്കുന്നിടത്ത് തീർച്ചയായിട്ടും ആ അണുബാധകൾ ഉണ്ടാകില്ല. ഇതൊക്കെ സയൻസ് പറയുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമൊന്നും അല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ വന്നിട്ട് ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ നെഗറ്റീവ് എനർജീസ് അവിടെ ശുദ്ധീകരിക്കപ്പെടുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അതാണ് എള്ളിൻ്റെ പ്രതീകം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ കാര്യവും വളരെ ആലോചിച്ചാണ് നമ്മുടെ പൂർവികർ നമുക്കുണ്ടാക്കി തന്നിരിക്കുന്നത്. അവർ വെറുതെ തോന്നുന്ന പോലൊന്നും പറഞ്ഞതല്ല, എല്ലാം സത്യമാണ് സുഹൃത്തുക്കളെ. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം മനസ്സിലാക്കാതെ പിന്നെ അത് തെറ്റാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ അതിൻ്റെ വഴിയിൽ പോയി അത് സത്യമാണോ എന്ന് നമ്മൾ റിസർച്ച് ചെയ്ത് അത് സത്യമാണെന്ന് മനസ്സിലാക്കി നമ്മൾ അംഗീകരിക്കുക. അല്ല, നമുക്ക് അറിയാത്തതെല്ലാം ഇത് തേങ്ങയാണോ മാങ്ങയാണോ എന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്കറിയില്ല, അതുകൊണ്ട് അത് തേങ്ങയാണെന്ന് പറയും. ശരിയാണോ? നമുക്ക് പറയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പറയാം. നമ്മുടെ യങ്സ്റ്റേഴ്സ്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് എന്തൊക്കെയോ പറഞ്ഞില്ലേ, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചത് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇല്ലേ? പൈത്തൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്. റോബോട്ടിക്സ് ഉണ്ട്. ഇതൊക്കെ ഒരു കാലത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അല്ലാതെ അതിനെ അറിയാത്തതെല്ലാം തെറ്റാണെന്ന് വിചാരിക്കുന്നത് നമുക്ക് വരുന്ന സ്വഭാവക്കേടാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഇതൊന്നുമല്ല, നമ്മൾ മെയിനായിട്ട് നമ്മൾ കർക്കിടക രാശിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കർക്കിടക രാശിക്ക് എന്തുപയോഗിച്ചാൽ നമുക്ക് കുബേരനാകാം? കുബേരൻ ഇൻ ദ സെൻസ് നമ്മളെങ്ങനെ നമുക്ക് നമ്മുടെ ധനഭാവത്തെ ഇമ്പ്രൂവ് ചെയ്യാം, മനസ്സമാധാനത്തെ ഇമ്പ്രൂവ് ചെയ്യുക. അതായത് 2ാം ഭാവത്തെയും 6ാം ഭാവത്തെയും 10ാം ഭാവത്തെയും എപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നോ അത് നമുക്ക് വന്നിട്ട് ലൗകികമായ എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ആകും. അതായത് ധനവും ആകും. 6 പറയുമ്പോൾ അറിയാമല്ലോ, സ്വത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. 10ാം ഭാവം എന്ന് പറയുന്നത് എന്തുവാ? നമ്മുടെ പ്രൊഫഷൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും 2ഉം 6ഉം 10ഉം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് 2ൻ്റെ ഡെവലപ്പ് സ്റ്റേജാണ് ഈ 6ഉം 10ഉം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം, ഈ കർക്കിടക രാശിയുടെ 2ാം ഭാവം എന്ന് പറയുന്നത് ആരാ? ചിങ്ങരാശിയാണ്. ചിങ്ങരാശി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തീയാണ് അല്ലേ? നെരുപ്പാണ്. അതിൻ്റെ അധിപൻ സൂര്യനാണ്. 6ാം ഭാവം എന്ന് പറയുന്നത് എന്താണ്? ധനുസ്സാണ് അല്ലേ? കടകരാശിയുടെ ആ ധനുസിൻ്റെ അധിപൻ ആരാ? ഗുരുവാണ്. അതുപോലെ പിന്നെ 10ാം ഭാവം എന്ന് പറയുന്നത് എന്താ? മേടരാശിയാണ്. അതിൻ്റെ അധിപൻ ആരാ? ചൊവ്വയാണ്. അപ്പം സൂര്യൻ, ഗുരു, ചൊവ്വ.
ഇവരെ 3 പേരെയും നമ്മൾ അങ്ങോട്ട് വേണ്ടിയ മാതിരി അങ്ങോട്ട് നമ്മുടെ ജാതകത്തിൽ ദോഷങ്ങളല്ലെങ്കിൽ അതൊന്ന് നോക്കിക്കോണം. ഗ്രഹബലം അനുസരിച്ച് ഇവരൊക്കെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇവരെ, അതായത് ഇഷ്ടബലം, നമ്മുടെയൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പണം വരാൻ പോകുന്നു. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമുക്ക് 2ാമത്തെ ഭാവത്തിൻ്റെ രീതിയിലോ 6ാമത്തെ ഭാവത്തിൻ്റെ രീതിയിലോ 10ാമത്തെ ഭാവത്തിലോ ബിസിനസ് ചെയ്യാം. ബിസിനസ്സുകൾ ചെയ്യുന്നതില്ലേ നമ്മൾ അങ്ങനെ ചെയ്യാം. പിന്നെ 2, 6, 10 എന്ന് പറയുന്നത് എന്താണ്? തീയാണ് അല്ലേ. ഇപ്പോൾ നമുക്കൊരു പരിഹാരം ചെയ്യണമെങ്കിൽ എന്താ, അഗ്നിമൂലം നമുക്ക് പരിഹാരം ചെയ്യാം. പിന്നെ ഈ അഗ്നിമൂലം ഒന്ന് പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞത്, ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ശിവൻ്റെ അമ്പലമില്ലേ, ശിവൻ എന്ന് പറയുന്ന ആരാ? സൂര്യനാണ് അല്ലേ. അപ്പോൾ ശിവൻ എന്ന് പറയുന്ന സൂര്യനാകുമ്പം ശിവഭഗവാന്റെ മുമ്പിൽ ഒരു കെടാവിളക്ക് നമ്മൾ വാങ്ങിക്കാൻ കിട്ടില്ല. ഈ കെടാവിളക്ക് നമുക്ക് ഒന്ന് സംഭാവന ചെയ്ത് അവിടെ വന്ന് 48 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കെടാവിളക്ക് കത്തിയ, ഞാൻ എന്താ പറയുന്നത്, ഏകദേശം മറ്റ് ദോഷങ്ങളൊന്നുമല്ല, സൂര്യൻ നമ്മുടെ ജാതകത്തിൽ നന്നായിരിക്കുന്ന ഒരു ഗ്രഹമാണെങ്കിൽ 100% 48 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും 48 ദിവസം എന്തിനായി 48 എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ 48 4 + 8 12, 12 എന്ന് പറഞ്ഞാൽ 1 + 2 3, ന്യൂമറോളജിക്കലി 3 ഗുരുവാണ്, അതായത് ദൈവമാണ് അല്ലേ. ഗുരു എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അപ്പം ആ 48 ദിവസം അതവിടെ കിടാവിളക്കായിട്ട് എരിഞ്ഞ സുഹൃത്തുക്കളെ, നമ്മുടെ കർമ്മദോഷങ്ങളെല്ലാം കുറയും. നമ്മൾ പിന്നെ കാശി ജാതകമാണെങ്കിൽ കാശിയിൽ പോയേ പറ്റുള്ളൂ. പോയിട്ട് വന്ന് നമ്മുടെ ഈ ജന്മത്തിലുള്ള കർമ്മദോഷങ്ങൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഭഗവാന് പോയിട്ട്, ഞാൻ പറഞ്ഞ കർക്കിടക രാശിയുടെ കാര്യമാണ്. കർക്കിടക രാശിയുടെ 2, 6, 10 എന്നല്ല, എന്താണ് ഇതായതുകൊണ്ട്, അതായത് തീയായതുകൊണ്ട്, അഗ്നി ആയതുകൊണ്ട്, അഗ്നിസ്വരൂപമായിട്ട് നമ്മൾ പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വർക്കൗട്ടാകും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കർക്കിടക ലഗ്നത്തിൻ്റെ എന്താണ് ലക്കി നമ്പർ എന്ന് ചോദിച്ചില്ലേ, 639 അതാണ് ലക്കി നമ്പർ. അപ്പോൾ അതെന്തിനു ചെയ്യണം? ഈ 639 രൂപ, ഒരു രൂപ നോട്ടിൻ്റെ 639 ലാസ്റ്റിലുള്ള 3 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ ആ നോട്ട് എടുത്തിട്ട്, നമ്മൾ പറഞ്ഞില്ലേ സൂര്യഹോര, ഗുരുഹോര, ചൊവ്വഹോര എന്ന് പറഞ്ഞില്ലേ, 2, 6, 10ൻ്റെ 3 രൂപമാരല്ലേ. ഇവരുടെ ഹോര എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്ന മുതൽ 1 മണിക്കൂർ അതാണ്. അപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ ആദ്യത്തെ സൂര്യൻ 6:30 ഉദിക്കുകയാണെങ്കിൽ 6:30 മുതൽ 7 വരെ സൂര്യഹോരയാണ്. അതുപോലെ വ്യാഴാഴ്ച ആണെങ്കിൽ അത് ഗുരുഹോരയാണ്, ചൊവ്വാഴ്ചയാണെങ്കിൽ അത് ചൊവ്വാഹോരയാണ്. അപ്പോൾ ആ ഹോരകളിൽ നമ്മൾ ഈ നോട്ട് എടുത്തിട്ട് ജസ്റ്റ് അഗ്നിയുടെ മുമ്പിൽ വെച്ച് കത്തിക്കാനല്ല പറഞ്ഞത്, അഗ്നിയുടെ ആ എനർജി അബ്സോർബ് ആകുന്ന രീതിയിൽ വെച്ച് തൊഴുത് ആ ഒരു നോട്ട് എടുത്തിട്ട് നമ്മൾ വന്ന് സേഫായിട്ട് ഒരു ഒരു താലത്തിൽ വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചുവന്ന പട്ട്, കാരണം ഈ കളർ എന്നൊക്കെ പറയുമ്പോഴേ ഈ അഗ്നി സ്വരൂപത്തിന് എപ്പോഴും വന്ന് ചുവന്ന കളറാണ് അല്ലേ. അപ്പോൾ ആ ചുവന്ന പട്ട് വിരിച്ച് അതിനകത്ത് വന്നിട്ട് ഈ നോട്ട് എടുത്ത് വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് നിറയെ കോയിൻസ് വെച്ച് വളരെ നീറ്റായിട്ട് നമ്മുടെ വീട്ടിലെ ഫോട്ടോ ഉണ്ട്, ശിവൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ, ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ വയ്ക്കുക, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് വയ്ക്കുക. കിഴക്ക് ഭാഗത്തായിട്ട് താളത്തിൽ വെച്ച് വിരിച്ച് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് ആ വീട്ടിലേക്ക് വരും. ഈ പർട്ടിക്കുലർ ഗ്രഹങ്ങളെല്ലാം ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. അത് ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് വന്നിട്ട് നമ്മുടെ ധനാരൂഢം വർദ്ധിക്കും. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. അതുപോലെ ഞാൻ വേറൊരു പരിഹാരം നിങ്ങൾക്ക് പറയാം. ഈ കർക്കിടക രാശിക്ക് തിരുവണ്ണാമലൈ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ തിരുവണ്ണാമല എന്ന് പറഞ്ഞാൽ ആരാണ്? അഗ്നീശ്വരൻ്റെ, അതായത് ശിവഭഗവാൻ അഗ്നി രൂപത്തിലിരിക്കുന്ന പഞ്ചഭൂത സ്ഥലമാണ് തിരുവണ്ണാമല. അവിടെ പോയിട്ട് നമുക്ക് ഗിരിവലം എന്ന് പറഞ്ഞാൽ ആ ഗിരിയെ ചുറ്റുന്ന ഒരു പൗർണമി ദിവസങ്ങളിൽ ചെയ്യാറുള്ള ഒരു പരിഹാരമാണ് അത്. അപ്പോൾ ചുറ്റിനും നമ്മൾ നടക്കാൻ, അതായത് ഒരു ശനി പരിഹാരം എന്ന് പറയാം, അങ്ങനെയും ഉപയോഗിക്കാതെ നമ്മൾ വെറുങ്കാലിൽ 2-2.5 കിലോമീറ്റർ ചുറ്റും നല്ല വിളക്കുകളൊക്കെ ഉണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ടാവും, നല്ല ക്ലൈമറ്റ് ആയിരിക്കും രാത്രിയിൽ. അങ്ങനെ വൈകുന്നേര സമയത്ത് ആ ഗിരിയെ ചുറ്റിക്കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ശിവലിംഗത്തിന് സമമായിട്ടാണ്, അഗ്നീശ്വരനായിട്ട് ശിവനായിട്ടാണ് സങ്കല്പം. അവിടെ നിന്ന് ചുറ്റിയിട്ട് വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, കർക്കിടക രാശിക്ക് അത് വളരെ നല്ലൊരു അനുഭവം തരും.
വളരെ നല്ലൊരു അനുഭവം തീർച്ചയായിട്ടും തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു പരിഹാരം ഞാൻ പറയാം. ഈ നമ്മുടെ പാതാള ചെമ്പ് മുരുകൻ എന്ന് പറഞ്ഞ ഇതൊരു അമ്പലത്തിലുണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്കും കുറച്ച് പണി വേണ്ട. അപ്പോൾ പാതാള ചെമ്പ് മുരുകൻ എവിടെ ഇരിക്കുന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പിന്നെ ഇതിൽ ഫോണിൽ വാൾപേപ്പറായിട്ട് വെക്കാനും ഓക്കെ, അല്ല അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്താലും ഒക്കെ മുരുകൻ കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു മുരുകനാണ് കേട്ടോ. അത് തിളങ്ങും. അപ്പോൾ ആ മുരുകൻ്റെ ഫോട്ടോ നമ്മൾ കർക്കിടക രാശിക്കാരെടുത്ത് വെച്ചാൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് അവർക്ക് അത് വർക്കൗട്ടാകും. ആ മുരുകൻ പ്രത്യേകിച്ച് കർക്കിടക രാശിക്ക് ഒരു വെച്ചാലുണ്ടല്ലോ, വീട്ടിൽ അങ്ങനെ 100% പോസിറ്റീവ് വൈബ്രേഷൻ. അതുപോലെ നിങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും അമ്പലങ്ങളിൽ പോകുമ്പോൾ ദയവ് ചെയ്ത് കുറച്ച് കർപ്പൂരം വാങ്ങിച്ച് പോവുക. ക്ഷേത്രങ്ങളിൽ അഗ്നിസ്വരൂപമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക. എല്ലാ നടയിലും ഒരു കർപ്പൂരം കത്തിക്കുക. എന്ന് വെച്ചാൽ പ്രത്യേക സ്ഥലമുണ്ട് അവിടെ കത്തിക്കണം, അല്ലാതെ അവിടെ ബിൽഡിങ്ങിനുള്ളിൽ കൊണ്ടുപോയി കത്തിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അത് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് പിന്നെ കർപ്പൂരം കത്തിക്കുക. ഇതൊക്കെ വന്നിട്ട് വളരെ വളരെ നല്ല കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചുമ്മാ നമ്മളെ ഒന്നും മനസ്സിലാകാതെ ചെയ്യുന്നതിലും അർത്ഥമില്ല, അല്ലെ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നാളെ ഒരു നല്ല വീഡിയോയോടുകൂടി അടുത്ത ചിങ്ങം രാശിയുടെ ഒരു ന്യൂമറോളജിക്കൽ പരിഹാരങ്ങളുമായിട്ട് കാണാം. സന്തോഷം, നമസ്കാരം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഒന്ന് ലൈക്ക് ചെയ്യുക. നമസ്കാരം സുഹൃത്തുക്കളെ.